കുറച്ചു മുമ്പാണ് വീണ്ടും CJP ലൈവ് ലിങ്കുകൾ നൽകി തുടങ്ങിയത്. രണ്ടാം ദിവസത്തെ പ്രതിഷേധം എന്നുള്ളത്. ആ പ്രതിഷേധത്തിൽ എത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്? എന്താണ് വിവരങ്ങൾ? ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ജന്തർ മന്ദറിൽ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്താണുള്ളത്. അനിശ്ചിതകാല പ്രതിഷേധം നടത്തും എന്നതാണ് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ പ്രഖ്യാപനം. നമുക്ക് വേദിയിലേക്ക് പോയാൽ അഭിജിത്ത് ദീപ്കയും പാർട്ടിയുടെ വക്താവും ഈ വേദിയിൽ ഇരിക്കുന്നത് കാണാം. മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കൾക്കും പ്രവർത്തകർക്കും വേദിയിൽ സംസാരിക്കാനുള്ള അവസരം നൽകുകയാണ്. ഇവിടെ പാത്രം കൊട്ടിയും മറ്റും പ്രതിഷേധിക്കുന്നവരെയും കാണാൻ കഴിയുന്നുണ്ട്. വേദിയാകെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾ ജന്തർ മന്ദറിലേക്ക് വരുന്നതാണ് കാണാൻ കഴിയുന്നത്. 9 മണിയോടെ എല്ലാവരും എത്തണം എന്നതാണ് നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശം. അതിപ്പോൾ ആളുകൾ എത്തുന്നു. ഇപ്പോൾ 100-200 ആളാണ് ഇവിടെ നിലവിലുള്ളത്. കൂടുതൽ പേര് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ അഭിജിത്ത് ദീപ്കെ സംസാരിച്ചപ്പോൾ, റിപ്പോർട്ടർ ടിവിയോട് സംസാരിച്ചപ്പോൾ തന്നെ അനിശ്ചിതകാല സമരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ സമരത്തിന് അനുമതി നൽകണം എന്നാണ് നേരത്തെ പോലീസിനോട് അനുമതി തേടിയിരുന്നതെങ്കിൽ ഇന്ന് വൈകിട്ടും സമരം അവസാനിപ്പിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അഭിജിത്ത് ദീപ്കയും CJPയും പാർട്ടി വ്യക്തമാക്കുന്നത്. ഇവിടെ സമരം നടത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, നിയമപരമായ തടസ്സമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരിടം അനുവദിച്ച് നൽകണം എന്ന സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇനി അഥവാ ജന്തർ മന്ദറിൽ സമരം തുടരുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ മറ്റൊരു സമരം അനുവദിച്ച് നൽകണം എന്നും പറയുന്നു. എന്തായാലും സമരം പെട്ടെന്ന് നിർത്താനുള്ള തീരുമാനമില്ല. പ്രതികരണം കേൾക്കാം നമുക്ക്. धर्मेंद्र प्रधान को इस्तीफा हम लोग चाहते हैं ओके धर्मेंद्र प्रधान को इस्तीफा चाहते हैं और हम लोग तब तक नहीं हिलने वाले हैं जब तक उसका इस्तीफा न हो जाए. कब तक होगा भाई प्रदर्शन जब तक इस्तीफा ना मिले तब तक प्रदर्शन जारी रहेगा. ഇതൊക്കെ ഈ പാത്രങ്ങളൊക്കെ പാത്രം കൊട്ടി പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഏതായാലും ഈ രൂപത്തിൽ പാത്രം കൊട്ടിയും മറ്റും ഇപ്പോഴും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ പാത്രവുമായി എത്താനുള്ള നിർദ്ദേശമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നത്, പ്രവർത്തകർക്ക് നൽകിയിരുന്നത്. ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ വേദിയിലുണ്ട്. ഏതായാലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. അനിശ്ചിതകാല സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ച, ഒപ്പം CBSEയിലെ മൂല്യനിർണ്ണയ വീഴ്ച, ഇത് രണ്ടിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് CJP ഉയർത്തുന്നത്. രാജി വരെ സമരം തുടരുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിവരെയാണ് ആദ്യം അനുമതി നൽകിയിരുന്നത്. ഇപ്പോൾ അനുമതി ഇല്ലാതെയാണ് ഇപ്പോൾ CJPയുടെ പ്രതിഷേധം ജന്തർ മന്ദറിൽ, ദില്ലി ജന്തർ മന്ദറിൽ തുടരുന്നത്. വിദ്യാർത്ഥികൾ കൂട്ടമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. അതുമായി ബന്ധപ്പെട്ട് വിപുലമായ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് സമരം. നേരത്തെ പറഞ്ഞത്